വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ നെയിം മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. ചിക്കൻ എങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഇതിൻ്റെ സ്കിന്ന് ഇളക്കണം. സ്കിന്ന് ഇളക്കി ഇതൊന്ന് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം കട്ട് ചെയ്യാം. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് ഒരു വൈറ്റ് കളർ ലൈൻ കാണാം. അവിടെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. സ്കിൻ ഈസി ആയിട്ട് ഊരിപ്പോരും. ഈ കട്ട് ചെയ്ത പീസെല്ലാം നമുക്കിനി ഒരു പാത്രത്തിലോട്ട് അടുക്കി വെക്കാം. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കൈയുടെ ഭാഗമാണ്. ബോണിൻ്റെ അവിടെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് അതിന് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ അടുത്ത കൈയുടെ ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം ഇനി ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൈയുടെ തോല് ഭാഗം നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇതിൻ്റെ ഔട്ടർ ഒരു തൊലിയാണ്. അത് ജസ്റ്റ് ഇതിൻ്റെ ചുറ്റും നിന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് പോരും. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഒരു വൈറ്റ് കളർ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൈയുടെ അറ്റവും കട്ട് ചെയ്ത് കളയാം. ഇതാ ഈ ഒരു ഭാഗവും കട്ട് ചെയ്ത് കളയാം. ഇനി ഈ കൈ ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. 3 ഭാഗമാണ്. ഇനി ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതാ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ ചിക്കൻ്റെ പുറത്തുള്ള തൊലി നമുക്ക് മൊത്തത്തിൽ ഊരിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തുള്ള സ്കിന്ന് സെപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഉള്ള സ്കിന്ന്. ഇനി ഇത് രണ്ടും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സ്കിന്ന് ജസ്റ്റ് മുകളിലോട്ട് വലിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്കിത് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം ഇവിടെയാണ് വരുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതിന് ഇത് ഊരിപ്പോന്നോളും. ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ രണ്ട് സൈഡും അത് ചെറിയ ബോൺസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് കത്തി വെച്ചോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ ബ്രസ്റ്റിൻ്റെ ഈ ഭാഗം നമ്മൾ മുന്നിലോട്ട് ഒന്ന് തള്ളി കൊടുക്കുക. ചെറിയൊരു ശബ്ദം കേൾക്കും. ഇവിടെ രണ്ട് ഭാഗത്തൊരു എല്ലൊടി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിപ്പോൾ ബ്രസ്റ്റ് ഭാഗം സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോഴിയുടെ പുറകു വശം. ഇനി ഈ കോഴിയുടെ ഈ പുറകു വശം നമ്മളിങ്ങനെ കുത്തി നിർത്തിയിട്ട് ഈ കഴുത്തിൻ്റെ വലതു ഭാഗത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇവിടെ ചെയ്തിട്ടെടുക്കാം. അത് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞാൽ മാത്രം മതി. അത് ഈസി ആയിട്ട് കട്ട് ചെയ്ത് പോകുന്നു രണ്ട് ഭാഗം. ഇതായി കോഴിയുടെ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും കൂടെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ വരഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് വരില്ല. ഇതുപോലെ ഒരു വെട്ട് കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ലാസ്റ്റ് വരുന്ന ഈ പോർഷൻ്റെ ഇവിടെ ഒരു ഭാഗമുണ്ട്. ഇത് നമ്മൾ എടുക്കാറില്ല കറികൾക്കൊന്നും. ഇത് നമ്മൾ കളയുന്നതാണ്. ബാക്ക് ഭാഗമാണ് ഇത്. ഈ കാണുന്ന ഈ പോർഷനിൽ ഇത് ഫാറ്റാണ്. ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെ ഇനി 4ആയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഫാറ്റിൻ്റെ ഭാഗം ആദ്യമേ കട്ട് ചെയ്ത് മാറ്റാം. ഈ ഭാഗം ഇനി 4ആയിട്ട് കട്ട് ചെയ്യണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് വെട്ടിക്കൊടുത്തിട്ട് വേണം ഇത് മുറിച്ചു മാറ്റാൻ വേണ്ടി. ആദ്യം വെട്ടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വെട്ടുക. അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വരും. അത് ഈ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വീണ്ടും 2 ഭാഗം ആക്കണം. ഇതുപോലെ 2 ഭാഗം കിട്ടും. അടുത്തത് ബോണിന്റെ ഭാഗമാണ്. അത് വെട്ടി മാത്രമേ പറ്റുള്ളൂ. 2 ഭാഗവും കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള നേരത്തെ പോലെ ആ സ്ക്വയർ പോർഷൻ ഉണ്ട്. അത് നമ്മൾ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഒറ്റൊരു വെട്ടിന് പിന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് മുറിച്ച് മാറ്റുക ചെയ്യാം. നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ ഈ കോഴിയുടെ ഈ പീസിലേക്ക് ഒരു വെള്ള ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു പാടയുണ്ട്. അപ്പം ഇതും ഈ പീസിൽ നിന്നും നമുക്ക് കളയണം. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ഈ ബ്രസ്റ്റ് പീസിൻ്റെ പുറത്തും ഇതുപോലെ വെള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പാടയുണ്ട്. അപ്പോൾ ഇതും നമ്മൾ എടുത്തിട്ട് കളയുക. കറക്റ്റ് വാഷ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ നടുക്ക് കട്ട് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും മിഡിൽ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇതുപോലെ 2 പീസാക്കി മാറ്റാം. ഇനി ഇതിനെ തിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്യുന്നത്. ഇത് വളരെ ഇളമായിട്ടുള്ള പീസാണ്. അത് കാരണം ഞാൻ കുറച്ച് സൈസിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്.
ഇത് ഒരു സ്ക്വയർ പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ വീണ്ടും രണ്ടാക്കാം. നമുക്ക് ഒറ്റ തവണ കട്ട് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി വലിയ പീസാണ്, അപ്പോൾ ഇതിനെ ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഇതിനെ വീണ്ടും 3 പീസാക്കിയിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും കട്ട് ചെയ്തിട്ടെടുക്കാം. ഏറ്റവും താഴത്തെ ഭാഗം സോഫ്റ്റ് ആണ്, അത് കട്ട് ചെയ്ത് മാറ്റാം. മുകളിലോട്ടുള്ള ഭാഗം ജസ്റ്റ് നന്നായി വെട്ടിക്കൊടുക്കുക. അപ്പോഴായിരിക്കും ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇവിടെയും ഇതുപോലെ 3 പീസായിട്ട് കിട്ടും. അത് ഇവിടെ ഒരു എല്ലിൻ്റെ പോർഷൻ ഉണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുത്താലും മതി, വെട്ടണമെന്നില്ല. എന്നിട്ട് ഈ പോർഷൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്ത് കട്ട് ചെയ്യാം. ഇത് എല്ലൊന്നും ഇല്ലാത്തൊരു പീസാണ്, നമുക്ക് ഈസി ആയിട്ട് കത്തി വെച്ച് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കട്ട് ചെയ്യുന്ന വീഡിയോ. ഇനി ഇത് നന്നായി വാഷ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ പീസെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒട്ടും തന്നെ ഒലഞ്ഞിട്ടില്ല, എല്ലാം നല്ല സ്റ്റിഫായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നല്ല മൂർച്ചയുള്ള കത്തി വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇത് നന്നായി വാഷ് ചെയ്തെടുക്കാം. കഴുകുമ്പോഴാണ് കറക്റ്റ് ആ പാട വരുന്നത്. ആ ടൈമിൽ നമുക്കിത് മാറ്റാം. ആ പാട കളയണം. നമുക്ക് ആവശ്യമില്ലാത്തൊരു പാർട്ടാണ് ഈ പാട. ഇത് മാറ്റി കഴുകി മാറ്റി നമുക്ക് വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ്റെ പീസെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവാണിത്.